ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂർക്ക ഉപ്പേരിയാണ് കേട്ടോ വെക്കാൻ പോണത്. മെഴുക്കുവരട്ടിന് പല സ്ഥലത്തും പലതാണ് പറയണേ. നമ്മൾ ഉപ്പേരിയാണ് തൃശ്ശൂർ സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം കേട്ടോ. അതിന് തന്നെ നമ്മൾ ചെറിയൊരു ചാക്കിലോ തുണിയിലോ നമ്മൾ അരിയൊക്കെ മേടിക്കുന്ന ചാക്ക് ഉണ്ടാവുമല്ലോ ചെറുത്, അങ്ങനെ ഒരു ചാക്ക് എടുത്തിട്ട് അതൊന്ന് തല്ലിയെടുക്കുക. തല്ലി ഇതുപോലെ ക്ലീൻ ചെയ്ത് കിട്ടും. നല്ലോണം 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്കത് അതിൻ്റെ ബാക്കിയുള്ള തൊലിയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് കയ്യിൽ പുരട്ടി വെക്കുക. നമ്മുടെ കയ്യിൽ കറയോ ഒന്നും ആവാതിരിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ഈ കൂർക്ക നന്നാക്കി കഴിഞ്ഞിട്ട് നല്ലോണം കറയും. അപ്പം ഇനി നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. കാരണം നമ്മളത് ആ തല്ലി എടുത്തിട്ടുള്ള കാര്യം കൊണ്ട് വേഗം വേഗം പോവും. അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയുണ്ട്. നമുക്ക് ഇതുപോലെ തല്ലി എടുക്കണേക്കാൾ മുൻപ് തന്നെ നല്ലോണം ഒന്ന് മണ്ണൊക്കെ അതിൽ കളഞ്ഞ് കുക്കറിലൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കാനും എളുപ്പമാണ്. അത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ ഇതുപോലെ തല്ലി തൊലി കളഞ്ഞെടുക്കുന്നതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പം നമുക്ക് ഓരോന്നിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂൺ അല്ല 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട്, നമ്മൾ 1 കിലോനാണ് കേട്ടോ കൂർക്ക എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണമെന്നില്ല, കഴുകി വാരിയിടുന്ന വെള്ളം തന്നെ മതിയാവും. എന്നാലും ഞാൻ ഇനിയിപ്പോൾ ആരുടെ അടി പിടിക്കേണ്ടെന്ന് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു വിസിലാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 3-4 ഉള്ളി എടുക്കുക. ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം ചതക്കി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കണം. അത് കുറച്ചല്ല, നമുക്ക് ഇതിലേക്ക് കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല, ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടി നല്ലോണം ചതച്ചെടുക്കണം. ഇത് ചതച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ കുക്കർ വേവിക്കാൻ വെച്ചത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കി വെക്കാം. അത് നല്ലോണം അത് അധികം വെന്ത് പോകാനും പാടില്ല കേട്ടോ, വെന്ത് പോയി കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉള്ളി ചേർക്കുന്ന ഭാഗം വിട്ടുപോയി നമ്മുടെ വീഡിയോയിലെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് അധികം തന്നെ ഒഴിച്ചിട്ടുണ്ട്. അത് ടേസ്റ്റ്. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് നല്ലോണം വഴറ്റെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ കുറച്ചും കൂടി അധികം ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ 1 കിലോനേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര ചേർക്കുന്നുള്ളൂ. നല്ലൊരു ഫ്ലേവറാണ്. നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മുളക്, ഇടിച്ചു വെച്ചിട്ടുള്ള മുളക് കേട്ടോ, അതായത് ഉണക്കമുളക് ഇടിച്ചു വെച്ചത്. അപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മൂത്ത് വരട്ടെ. നല്ലൊരു സ്മെല്ല് വരും. നല്ലോണം മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ലോണം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. നമുക്ക് വേവിച്ച് വെച്ച കൂർക്ക അതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കൂർക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കൂർക്കുപ്പേരി വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറ് കൂട്ടി കഴിക്കാനായാലും കഞ്ഞിയുടെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ആവി പറക്കണം. നല്ല അടിപൊളി കൂർക്കുപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിടണേ. എന്നാലേ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ എല്ലാതും നോട്ടിഫിക്കേഷനോടുകൂടി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നല്ല കഞ്ഞി, നല്ല ചൂടുള്ള കഞ്ഞിയും കൂർക്കുപ്പേരിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.